ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു 1 രാജാക്കന്മാർ 10-ാം അധ്യായം 13-ാം വചനത്തിൽ ശലോമോൻ രാജാവിന്റെ കീർത്തി കേട്ടിട്ട് ശേബ രാജ്യത്തിന്റെ മഹാറാണി യാത്ര ചെയ്ത് ശലോമോന്റെ കൊട്ടാരത്തിലെത്തി. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ശേബ മഹാറാണി ആഗ്രഹിച്ച് ചോദിച്ചതെല്ലാം കിങ് ശലോമോൻ മഹാറാണിക്ക് നൽകി. ഞാൻ ആവർത്തിക്കുന്നു, ശേബ മഹാറാണി ശലോമോൻ രാജാവിനോട് ആഗ്രഹിച്ച് ചോദിച്ചത് എല്ലാം മഹാരാജ ശലോമോൻ നൽകി. ആമേൻ. നാം ആരാധിക്കുന്ന യേശു മത്തായി 12:42 നമ്മെ പഠിപ്പിക്കുന്ന ഈ ശലോമോനേക്കാൾ വലിയവനല്ലോ. ദീർഘകാലം യാത്ര ചെയ്ത് ശലോമോന്റെ കീർത്തി അറിയേണ്ടതിന് ശലോമോന്റെ റോയൽ കോർട്ടിൽ വന്ന് അത്ഭുതപ്പെട്ട് ശലോമോന്റെ അടുക്കൽ ചോദിച്ച സർവമും കിങ് ശലോമോൻ ശേബ മഹാറാണിക്ക് നൽകിയെങ്കിൽ ശലോമോനേക്കാൾ വലിയവനായ യേശു തന്റെ മണവാട്ടിയാം നിനക്കും എനിക്കും ആഗ്രഹിച്ചത് നൽകാതിരിക്കുമോ? നീതിമാന്റെ ആഗ്രഹം സാധിക്കും. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ആമേൻ. നന്ദി, നന്ദി, നന്ദി. അത്ഭുതോ ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ. അത്ഭുതോ ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ. യേശു അഗ്നിമഴ, 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 അഗ്നിമഴ. Rain of fire, rain of fire, rain of fire, rain of fire, rain of fire. T, 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 T. கைகள் உயரട്ടെ, கைகள் உயரട്ടെ. அக்னி மழை, அக்னி மழை, அக்னி மழை, അഗ്നി മഴ. 2 വയസ്സായിട്ടും ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലാത്ത ഒരു കുട്ടി ഈ കൂട്ടായ്മയിൽ ഉണ്ട്. 2 വയസ്സായിട്ടും ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ലാത്ത ഒരു കുട്ടി ഈ കൂട്ടായ്മയിൽ ഉണ്ട്. യേശു ആ കുട്ടിയുടെ അടുത്തുണ്ട്. I see Jesus. He is touching. He is touching the little tongue of the little child. കൊച്ചു കുട്ടിയുടെ നാക്കിന്റെ കെട്ടുകളെ കർത്താവ് തൊട്ട് വിടുതൽ നൽകുന്നു. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു. നിന്റെ ആഗ്രഹം ദൈവസന്നിധിയിൽ വയ്ക്കുക. മകനെ, മകളെ, സഹോദര, സഹോദരി, നിന്റെ ആഗ്രഹം ദൈവസന്നിധിയിൽ വയ്ക്കുക. നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. അഗ്നി ഇറങ്ങുന്നടാ. നീതിമാന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്ന നല്ല ദൈവം കിടപ്പിടമില്ലാതെ നിലവിളിക്കുന്ന അനേക ഉള്ളങ്ങൾക്ക് വേണ്ടി എന്റെ ദൈവം ഈ ആണ്ടിൽ പ്രവർത്തിക്കുന്നു.
യേശുവിൻ നാമത്തിൽ വിടുതൽ. ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് കടം കൊടുത്ത് തീർക്കേണ്ട, ലോൺ അടച്ച് തീർക്കേണ്ട അവസ്ഥയിൽ നിലവിളിക്കുന്ന ചില വ്യക്തികളോട് എന്റെ ദൈവം മനസ്സലിഞ്ഞ് ഇടപെടുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. നീതിമാന്റെ ആഗ്രഹം സാധിപ്പിച്ചു നൽകുന്ന ദൈവം അത്ഭുതങ്ങളുടെ കരമായി നിന്റെ കുടുംബ ജീവിതത്തിൽ ഇറങ്ങുന്നതാ. ദുഷിച്ച ശീലങ്ങൾക്ക് അടിമപ്പെട്ട് കുടുംബം ഛിന്നാഭിന്നമായി ആകുന്ന അവസ്ഥയിലായിരിക്കുന്ന ചില കുടുംബങ്ങളെ കർത്താവ് ശുദ്ധീകരിക്കുന്നു. അഗ്നി ഇറങ്ങുന്നതാ, അഗ്നി ഇറങ്ങുന്നതാ, അഗ്നി ഇറങ്ങുന്നതാ, അഭിഷേക തീ ഇറങ്ങുന്നതാ. നന്ദി. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ഓ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. അത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ. അത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ. യേശു അഗ്നി ഇറങ്ങുന്നതാ, അഭിഷേക തീ ഇറങ്ങുന്നതാ, ശുദ്ധീകരിക്കുന്ന സ്വർഗത്തിലെ ശക്തി നിന്റെ മേൽ ഇറങ്ങുന്നതാ. തീ 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 അഗ്നി. നീതിമാന്റെ ആഗ്രഹം സാധിക്കും. ആമേൻ. ദുഷ്ടന്റെ ആഗ്രഹം നശിച്ചു പോകുമ്പോൾ നീതിമാന്റെ ആഗ്രഹം സാധിക്കും. നീതിമാന്റെ ആഗ്രഹം. ദൈവ പൈതലേ, നിന്റെ ആഗ്രഹം എന്താണ്? വാട്ട് ഈസ് യുവർ ഡിസയർ? നിന്റെ ആഗ്രഹം എന്താണ്? ബൈബിളിൽ ചില ദൈവഭക്തന്മാരുടെ ആഗ്രഹം ദൈവം എങ്ങനെ സാധിപ്പിച്ചു കൊടുത്ത് എന്ന് ധ്യാനിച്ച് അവസാനം ഞാൻ നിങ്ങളുടെ ആഗ്രഹത്തിൽ വരും. എന്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തന്ന് നിന്റെ ആഗ്രഹവും ദൈവം സാധിപ്പിച്ചു തരും. വാട്ട് ഈസ് യുവർ ഡിസയർ? ആദ്യം സാലമന്റെ ആഗ്രഹം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 5-ാം വചനത്തിൽ സോലമന് സ്വപ്നത്തിൽ ദൈവം ചോദിക്കുന്നു, നീ വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. വാട്ട് ഈസ് യുവർ ഡിസയർ? നിന്റെ ആഗ്രഹം എന്താണ്? ആസ്ക് സോളമൻ വാട്ട് യു വിഷ്. സോളമൻ തന്റെ ആഗ്രഹം പറഞ്ഞത് 10 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് തരണമേ. ഇന്ന് ചിട്ടി ദിവസമാണ്, ആ ചിട്ടി എനിക്ക് തന്നെ വീഴണമേ. എന്റെ ഭാര്യയ്ക്ക് വിശേഷമുണ്ട്, അത് ആൺകുട്ടിയായി തന്നെ ഇരിക്കണമേ എന്നല്ല. കൈകളെ ഉയർത്തി കൈകളെ തട്ടി. നോ, അങ്ങനെയല്ല സോളമൻ ചോദിച്ചത്. ദൈവ പൈതല്, സോളമന്റെ ആഗ്രഹം നിനക്കറിയാമോ? 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാം വചനത്തില് ദൈവഭക്തൻ നീതിമാൻ സോളമന്റെ ആഗ്രഹം, ദൈവമേ, ഗുണമും ദോഷമും തിരിച്ചറിയേണ്ടതിന് വിവേകമുള്ളൊരു ഹൃദയം, ജ്ഞാനം നിറഞ്ഞൊരു ഹൃദയം എന്റെ ദൈവം എനിക്ക് തരണമേ. I desire wisdom. I desire a heart of understanding. സ്വത്തല്ല, സമ്പത്തല്ല, ദീർഘായുഷ്യമല്ല, ശത്രു സംഹാരമല്ല.
പണമല്ല, സ്വർണമല്ല. എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ ജ്ഞാനം. ദാറ്റ് ഈസ് മൈ ഡിസയർ. ജ്ഞാനം തരണമേ. ഞാനൊരു മർമ്മം പ്രസ്താവിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-9 വചനത്തിൽ ആദിയിൽ ഏദൻ തോട്ടത്തിന്റെ നടുവിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 2 വൃക്ഷങ്ങൾ മുളച്ചു വന്ന്. ഒരു വൃക്ഷമല്ല, ജീവവൃക്ഷം ഒന്ന്, ദ ട്രീ ഓഫ് ലൈഫ്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. 2, ദ ട്രീ ഓഫ് നോളജ്. കർത്താവിന്റെ കൽപ്പന വളരെ സ്ട്രോങ് ആൻഡ് സ്പെസിഫിക്. ദൈവ കൽപ്പന വളരെ ക്ലിയർ ആണ്. ഉൽപ്പത്തി പുസ്തകം 2-17 വചനത്തിൽ യഹോവയാം ദൈവം ആദി മനുഷ്യൻ ആദാമോട് കൽപ്പിക്കുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. Eat not the fruit of knowledge. ഇത് ദൈവ കൽപ്പനയാണ്. ഇവൻ ചെയ്തതോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവിടെ 2 വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ജീവന്റെ വൃക്ഷം, അറിവിന്റെ വൃക്ഷം. ആദാമും ഹവയും ചെയ്തത് ജീവന്റെ വൃക്ഷത്തെ ഉപേക്ഷിച്ചിട്ട് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്ന്. ചുരുക്കത്തിൽ ജീവനെ ഉപേക്ഷിച്ച് അറിവിന്റെ പുറകിൽ ഓടി. ജീവനെ ഉപേക്ഷിച്ചിട്ട് ലോകമേ നീ അറിവിന്റെ പുറകിൽ ഓടിയാൽ നിന്റെ മുമ്പിലുള്ളത് വലിയ ദുരന്തമാണ്. ആമേൻ. വെറും അറിവ്. ജീവനെ ഉപേക്ഷിച്ചിട്ട് നിന്റെ സമൂഹം, നിന്റെ തലമുറ, നിന്റെ രാജ്യം അറിവിനെ അന്വേഷിച്ചാൽ വരുന്നത് ദുരന്തം. വെറും അറിവ്. വെറും അറിവ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 കൊരിന്ത്യർ 8-1 വചനത്തിലെ നിന്റെ ഉള്ളിൽ നിഗളം ജനിപ്പിക്കുന്നു. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. Mere knowledge. Bible says it puffs up. വെറും അറിവ്, വെറും PhD, വെറും MTH, വെറും B.Ed, വെറും BTH. നിന്റെ ഉള്ളിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നിഗളം ജനിപ്പിക്കുന്നു. വെറും അറിവ്. ഉൽപ്പത്തി പുസ്തകം 3-5-6 വചനങ്ങളില് നിന്റെ ജീവിതത്തിൽ വീഴ്ത്തിക്കളയും. ആമേൻ. സഭാപ്രസംഗി 1-18 വചനത്തിൽ നീ സംഗ്രഹിച്ചെടുക്കുന്ന വെറും അറിവ് നിന്റെ ജീവിതത്തിലെ ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നു. വെറും അറിവ് നഗളത്തെ ജനിപ്പിക്കുന്നു. വെറും അറിവ് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു നിന്നെ വീഴ്ത്തിക്കളയും. വെറും അറിവ് ദൈവ ബൈബിള് നിന്റെ ജീവിതത്തിൽ ദുഃഖത്തെ വർദ്ധിപ്പിക്കും. ജീവന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള അറിവിനെ കുറിച്ചുള്ള നോട്ടം, അതിന്റെ പേരാണ് ജ്ഞാനം. ഹല്ലേലൂയ. ജീവന് മുൻതൂക്കം കൊടുത്തുള്ള അറിവ്, അതാണ് ജ്ഞാനം. സെൻസ് ഓഫ് നോളജ്. അറിവ്, വെറും അറിവ്. സെൻസ് ഓഫ് റെവല്യൂഷൻ, വെളിപ്പാട് മുഖാന്തരം ലഭിക്കുന്ന അറിവ്, അത് ജ്ഞാനം. മനസ്സിലായവർ കൈകളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. വെറും അറിവ് നിഗളത്തെ ജനിപ്പിക്കും. വെറും അറിവ് നിന്റെ ആത്മീയ ജീവിതത്തെ വീഴ്ത്തിക്കളയും. 3 സഭാപ്രസംഗി 1-18 വചനം നമ്മ പഠിപ്പിക്കുന്ന അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖം വർദ്ധിപ്പിക്കും. സെൻസ് ഓഫ് നോളജ്. നിന്റെ പഞ്ചേന്ദ്രിയ മുഖാന്തരം നിഗ്രഹിച്ചെടുക്കുന്നത്. സെൻസ് ഓഫ് റെവല്യൂഷൻ, അതാണ് ജ്ഞാനം. നിന്റെ ഹൃദയത്തിൽ കൂടി ദൈവം നിനക്ക് തരുന്നത്.
മത്തായി സുവിശേഷം 16 അധ്യായം 16 മത്തായി സുവിശേഷം 16 അധ്യായം 17 അത് പത്രോസിന് ലഭിച്ച് ദൈവം നൽകിയ വെളിപ്പാട്. ക്രിസ്തു യേശു ഒരു പ്രവാചകനല്ല, അവൻ ദൈവപുത്രൻ തന്നെ എന്നുള്ള വെളിപാട്, റെവല്യൂഷൻ. അതിന്റെ പേര് അറിവല്ല, ജ്ഞാനമാണ്. ഹല്ലേലൂയ. ആ ജ്ഞാനം വരുമ്പോൾ നിനക്കൊരു അറിവ് കിട്ടും. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 4 അധ്യായം 41-42 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവ് എന്നുള്ള അറിവ്. ആ ജ്ഞാനമാണ് സാലമൻ ചോദിച്ചത്. ഐ വാണ്ട് ദ അണ്ടർസ്റ്റാൻഡിങ് ഹാർട്ട്. എനിക്ക് ജ്ഞാനം വേണം. നീതിമാന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്ന ദൈവം ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. நல்லவனே வல்லவனே பொன்னு காண்டனே ஹல்லல் தீர்க்க என்னோ வந்து சேர்த்திடும் என்னே. ஏய் நல்லவனே வல்லவனே பொன்னு காண்டனே ஹல்லல் தீர்க்க என்னோ வந்து சேர்த்திடும் என்னே. துல்லியமில்லா വീണകളേണ്ടി ഈ തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി. ഹല്ലേ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. രണ്ടാമത് 2 രാജാക്കന്മാർ 2 അധ്യായം 9 അവർ അക്കരയ്ക്ക് കടന്ന ശേഷം എലീശയും ഏലിജാവും 50 പ്രവാചക പുത്രന്മാരും. അക്കരയ്ക്ക് കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ ആഗ്രഹം എന്താണ്? മകനെ, എന്നെ ദൈവം തന്റെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടും മുമ്പ് എന്റെ ആഗ്രഹം നിനക്ക് വേണം. അതിന് എലീശ, നിന്റെ ആത്മാവിൽ 2 പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. ഇത് എന്റെ ആഗ്രഹം, ഇത് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം ഒരു വലിയ ബിൽഡിംഗ് അല്ല. എന്റെ ആഗ്രഹം അങ്ങയുടെ സേവിങ്സ് ബാങ്ക് ബാലൻസ് അല്ല. എന്റെ ആഗ്രഹം അങ്ങയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല. യജമാനന്, എന്റെ ആഗ്രഹം അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി രട്ടിയായി എനിക്ക് വേണം. നീതിമാന്റെ ആഗ്രഹം സാധിക്കും. സാലമന്റെ ആഗ്രഹം ജ്ഞാനം, അറിവല്ല, സെൻസ് ഓഫ് നോളേജ്. പഞ്ചേന്ദ്രിയങ്ങൾ മുഖാന്തരം, ഐമ്പുലൻകൾ മുഖാന്തരം, ശരീരം, നാക്ക്, കണ്ണ്, മൂക്ക്, ചെവി, ഇത് മുഖാന്തരം ഗ്രഹിച്ചെടുക്കുന്നത് അറിവ്. ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ജ്ഞാനം. ആ ജ്ഞാനം വരുമ്പോൾ പത്രോസിന് ലഭിച്ച ജ്ഞാനം മത്തായി 16:17 യേശു ദൈവപുത്രൻ. സമരിയ സ്ത്രീക്ക് ലഭിച്ച ജ്ഞാനം യോഹന്നാൻ 4:41 യേശു ലോകത്തിന്റെ രക്ഷിതാവ്. പൗലോസിന് ലഭിച്ച ജ്ഞാനം 2 കൊരിന്ത്യർ 5:1 എന്റെ ശരീരം എന്നുള്ള കൂടാരം പൊളിഞ്ഞുപോയാലും ഞാൻ ക്രിസ്തുവിൽ നിലനിൽക്കുന്നത് കൊണ്ട് സ്വർഗത്തിലെ കൈപ്പണി അല്ലാത്ത ദൈവം എനിക്ക് ഒരുക്കിയ ഒരു മാൻഷൻ എനിക്ക് ഉണ്ട് എന്ന് ഞാൻ അറിയുന്ന ആ ജ്ഞാനം.
ജോബുവിന് ലഭിച്ച ജ്ഞാനം എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. റോമ സഭയ്ക്ക് ലഭിച്ച ജ്ഞാനം റോമർ 8:28 ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് വരുന്ന കഷ്ടത, നോവ്, നൊമ്പരം, കൊടുങ്കാറ്റ്, പ്രതികൂലം, അതിന്റെ അവസാനം ദൈവം ഒരു നന്മ വച്ചിട്ട് ഉണ്ട് എന്നുള്ള ജ്ഞാനം. The sense of revelation, not a sense of knowledge. അറിവല്ല, ജ്ഞാനം വേണം. രണ്ടാമത് എലീശയുടെ ആഗ്രഹം അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ ഇരട്ടിയായ അഭിഷേകം എനിക്ക് വേണം. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങള് നിറയ്ക്കുന്ന എന്റെ ദൈവം, സുന്ദർ സിംഗിന് നിറച്ച് എന്റെ ദൈവം നിന്റെ ആഗ്രഹം സാധിപ്പിച്ച് തന്ന് ദൈവ പൈതല് നിന്നെ നിറയ്ക്കാതെ ഇരിക്കുമോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 50 പ്രവാചക പുത്രന്മാർ എലീശയുടെ മുമ്പിൽ നിന്റെ യജമാനൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്ന അങ്ങക്ക് അറിയാമോ? ഇത് ഒരു ഭാഗം. ബെത്തേലിൽ, ഗിൽഗാലിൽ, ജോർദാനിൽ, ജെറിക്കയിൽ വന്നപ്പോൾ ഏലിയാവ് എലീശയോട് പറയും, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, എന്നെ അനുഗമിക്കരുത്. ഇത് മറുഭാഗം. ഇത് 2 പ്രതികൂലത്തെയും എലീശ ശാന്തമായി നേരിടുന്നു. ഹല്ലേലൂയ. 50 പ്രവാചക പുത്രന്മാരോ എലീശ പറയും, എനിക്കറിയാം, നിങ്ങൾ മിണ്ടാതിരുപ്പിൻ. 50 പേരുടെ വായ അടച്ച് യജമാനനോട്, യഹോവയാണ്, അങ്ങയുടെ ജീവനാണ്, ഞാൻ അങ്ങയെ വിടുകയില്ല. I will follow until I am filled with the power in you in double measure. അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മശക്തി എന്നിൽ ഇരട്ടിയായി വരുന്നത് വരെ ഞാൻ നിന്നെ വിടുകയില്ല. It happened. God approved. God found no other way rather than granting Elisha's desire. എന്റെ ദൈവത്തിന് വേറെ ഒരു വഴിയും കണ്ടില്ല. എലീശയുടെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു കൊടുത്തു. ജോർദാന്റെ കരയിൽ നിന്ന് എലീശ ആഞ്ഞ് നിലവിളിക്കുന്ന 2 രാജാക്കന്മാർ 2-ാം അധ്യായം 14-ാം വചനത്തില് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഏലിയാവിന്റെ ദൈവം എവിടെ? തന്റെ യജമാനൻ ഏലിയാവിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച പുതപ്പ് എടുത്ത് ഇവൻ ഒറ്റയ്ക്ക് നിന്ന് കര നിറഞ്ഞ് ഓടുന്ന ജോർദാന അടിച്ചപ്പോൾ ജോർദാൻ 2ആയിട്ട് പിളർന്ന്. The whole world saw him. 50 junior prophets saw him. 50 പ്രവാചക പുത്രന്മാർ എലീശാവിൽ നിറഞ്ഞു നിന്ന് ഇരട്ടിയായ അഭിഷേക തീ പ്രവർത്തിക്കുന്ന ശൈലി അവർ കണ്ട് 15-ാം വചനത്തിൽ എലീശാവിന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീണ്, ലോകം നിന്റെ മുമ്പിൽ വീഴും. നിന്റെ പ്രസംഗം കണ്ടിട്ടല്ല, നിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മശക്തി കണ്ടിട്ട്. ഇന്റർനാഷണൽ ഫുൾ ഗോസ്പൽ ഫെലോഷിപ്പ് മലേഷ്യ എനിക്കൊരു ഇൻവിറ്റേഷൻ തന്നു. വി വാണ്ട് യുവർ മിനിസ്ട്രി. അങ്ങയുടെ ശുശ്രൂഷ ഞങ്ങളുടെ രാജ്യത്തിന് വേണം. 2002 നിങ്ങൾ കോലാലംപൂരിൽ വന്ന്, പക്ഷെ ഈ സ്ഥലം ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവുമില്ലാത്ത സ്ഥലം. ഗളാങ് പേട്ട, പാസിർ ഗൂഡാങ് എന്നുള്ള 2 പട്ടണങ്ങൾ. 4 ക്രൂസേഡ്സ്. ആദ്യ പട്ടണത്തിൽ പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എന്റെ വാഹനം നോക്കി എന്റെ സ്റ്റെപ്പ് ഇങ്ങനെ വയ്ക്കുമ്പോൾ റെവറന്റ് എസക്കിയൽ, അവിടുത്തെ പാസ്റ്റർ, സ്നേഹത്തോടെ എന്നെ നിർബന്ധിച്ച് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് പോകണം. ഒരാൾ അയാളെ കൊണ്ടുവന്ന്
ഒരു 7.5 അടി പൊക്കം, ഒരു 90 കിലോഗ്രാം വണ്ണം, എന്നേക്കാൾ 1/2 മടങ്ങ് പൊക്കം, ഡബിൾ വണ്ണം. ഗോലിയാത്തിന്റെ മുമ്പിൽ, ദാവീദിന്റെ മുമ്പിൽ ഒരു ഗോലിയാത്ത് പർവ്വതം നിന്നതുപോലെ അയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. യേശുവിൻ നാമത്തിൽ എന്ന് പറഞ്ഞ് എന്റെ കൈ ഇങ്ങനെ എടുത്തില്ല, മല ചരിഞ്ഞ്. ദാറ്റ് ഈസ് പവർ, ദാറ്റ് ഈസ് പവർ. അതാണ് ദൈവത്തിന്റെ ശക്തി. മല ചരിഞ്ഞ്. പിന്നെ ഒരു നിറമാസ ഗർഭിണി, ഡോക്ടർമാർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ് ഉള്ളിൽ കുഞ്ഞുണ്ട്, ഡെഡ് കുഞ്ഞാണ്, മരിച്ചുപോയ കുഞ്ഞാണ്. കരമുയർത്തിയില്ല, അമ്മയും കുഞ്ഞും ചരിഞ്ഞ്. പിന്നെ എന്നെ വിട്ടില്ല, എന്നെ വിട്ടില്ല. പള്ളിയിലുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കണം. തലയുടെ അടുക്കൽ കൈ പോയില്ല, ചരിഞ്ഞു വീഴാൻ തുടങ്ങി. അഭിഷേക കൊടുങ്കാറ്റ്. ആരാധന കഴിഞ്ഞപ്പോൾ കലിംഗ യുദ്ധം നടന്നതുപോലെ എല്ലാം ഫ്ലാറ്റ്. സുന്ദർ സിംഗ് മാത്രം കല്ലുപോലെ നിൽക്കുന്നു. കാരണം എന്റെ ദൈവം പാറയാണ്, 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 പാറയാണ്. നിന്റെ ഉള്ളിൽ തീ വരുമ്പോൾ ഒരു മനുഷ്യനും നിന്നെ ജയിക്കുവാൻ കഴിയുകയേ ഇല്ല. ആകയാൽ എലീശ ചോദിക്കുന്നു, അങ്ങയിൽ നിറഞ്ഞിരിക്കുന്ന അഭിഷേക നിറവിന്റെ ശക്തി രട്ടിയായി എനിക്ക് വേണം. റീഡ് ദ ബൈബിൾ, റീഡ് ദ സ്ക്രിപ്ചർ. ബൈബിൾ വായിച്ചു നോക്കുക. ഏലിയാവ് മുഖാന്തിരം ദൈവം ചെയ്തെടുത്തത് 7 അത്ഭുതങ്ങൾ. അവന്റെ ജൂനിയർ ചെറുപ്പക്കാരൻ നീതിമാനായ എലീശ പ്രാപിച്ച അഭിഷേകത്തിന്റെ അളവ് രട്ടിയായ ശക്തി മുഖാന്തിരം എലീശയിൽ കൂടി ദൈവം ചെയ്തെടുത്തത് 13 അത്ഭുതം. മാസ്റ്റർ ചെയ്തത് 7 അത്ഭുതം. എലീശ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് 13 അത്ഭുതം. മരിച്ചു കഴിഞ്ഞ് അവന്റെ കല്ലറയിൽ ഒരു പട്ടാളക്കാരൻ ശവശരീരത്തെ കൊണ്ടിട്ടപ്പോൾ എലീശയുടെ അസ്ഥി, ചെത്ത അസ്ഥി, ഈ ഡെഡ് ബോഡിയെ തൊട്ടപ്പോൾ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്ന് മൊത്തം 14 അത്ഭുതം. അവൻ ചെയ്തത് 7, അവന്റെ ഡിസൈപ്പിൾ ചെയ്തത് 14. അതിന്റെ അർത്ഥം ഇവനിൽ രട്ടിയായ അഭിഷേകം. ദൈവാത്മാവ് നിനക്കൊരു ദൂത് പറയുന്നു. മരിച്ച എലീശ മുഖാന്തിരം ദൈവാത്മാവ് ഇത്ര വലിയ അത്ഭുതം ചെയ്തെടുക്കുമെങ്കിൽ ജീവനോടിരിക്കുന്ന ദൈവ പൈതല് നിന്നിൽ കൂടി പരിശുദ്ധാത്മാവ് എത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്തെടുക്കും. ആമേൻ. ആഗ്രഹിക്കണം, ആഗ്രഹിക്കണം. ഇന്നത്തെ ചിട്ടി എനിക്ക് തരണമേ, ഇന്നത്തെ ചിട്ടി എനിക്ക് തരണമേ. പോകുമ്പോൾ ഭാര്യ വഴക്ക് പറയരുത്. ചെറിയ ചെറിയ കാര്യമല്ല. I want, my God, your power to turn India upside down. എന്റെ ഭാരതത്തെ തലകീഴായി ഇറക്കി മറിക്കുവാൻ തക്കമുള്ള അഭിഷേകം ദൈവം എനിക്ക് തരണമേ. നീതിമാന്റെ ആഗ്രഹം സാധിക്കും. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. Whomsoever desire that I must be filled by Holy Spirit up to brim. എന്റെ ഹൃദയത്തിന്റെ വക്കോളം ആത്മനിറവ് എനിക്ക് വേണം എന്ന് ദാഹത്തോടിരിക്കുന്ന നീതിമാന്മാർ എഴുന്നേൽക്കാം. I pray God will anoint today with the gift of tongues.
ഞാൻ അങ്ങയുടെ വേലക്കാരൻ, ഞാൻ പ്രാർത്ഥിക്കും, ദൈവം സ്വർഗം തുറക്കും. അന്യ ഭാഷ അടയാളത്തോട് കൂടെ തീ നിന്റെ മേൽ ഇറക്കും. ആത്മനിറവ് എന്നുള്ള കൊടുങ്കാറ്റ്, ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടോ. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നാം കാമ്പകാശമേ. ഇനി ശോകമില്ല, ജയം നാം കാമ്പകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ. കൈകളെ ഉയർത്തി ആത്മാവിൽ നിറഞ്ഞ് പാടുക. സ്വർഗം താണിറങ്ങി വരുന്നു. എന്റെ ദൈവമേ, എല്ലാരെയും നിറയ്ക്കണപ്പ, എല്ലാരെയും നിറയ്ക്കണപ്പ, എല്ലാരെയും നിറയ്ക്കണപ്പ. യേശുവേ, fill everyone, fill everyone. ആത്മനിറവാൽ കവിഞ്ഞ് ഒഴുകട്ടെ, കവിഞ്ഞ് ഒഴുകട്ടെ. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. ഗിഫ്റ്റ് ഓഫ് ടങ്സ്, അന്യ ഭാഷ അടയാളത്തോട് കൂടെ ആത്മനിറവ്, ആത്മനിറവ്, ആത്മനിറവ്. അഗ്നി, അഗ്നി കവിഞ്ഞ് ഒഴുകുന്നതാ, കവിഞ്ഞ് ഒഴുകുന്നടാ, കവിഞ്ഞ് ഒഴുകുന്നടാ. നന്ദി, നന്ദി, നന്ദി. ഇരിക്കാം. ആറാമത്, യോബ് 19 അധ്യായം 27 വചനത്തിൽ ദൈവഭക്തൻ യോബ് എഴുതുന്നു, ഞാൻ തന്നെ അവനെ കാണും. സോളമന്റെ ആഗ്രഹം ജ്ഞാനം, അറിവല്ല. എലിശാവിന്റെ ആഗ്രഹം 10 പണമല്ല, ആത്മനിറവ്. മൂന്നാമത് നാം ധ്യാനിക്കുന്നത്, നീതിമാൻ യോബുവിന്റെ ആഗ്രഹമോ ദൈവത്തെ കാണണം. ഞാൻ അവനെ കാണും. ഐ വിൽ സീ ഹിം. യോബിന്റെ പഴയ അനുഭവം, യോബുവിൻ പുസ്തകം 42:5 യോബ് എഴുതുന്ന, ദൈവമേ, ഞാൻ അങ്ങയെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ആമേൻ. ദൈവമേ, യോബ് സാക്ഷീകരിക്കുന്ന, അങ്ങയെക്കുറിച്ച് സോഫാർ ഇന്ന് വരെ ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴോ എന്റെ കണ്ണാൽ ദൈവമേ അങ്ങയെ കാണുന്നു. ഐ സീ ഹിം, ഐ സീ ഹിം, ഐ സീ മൈ ഗോഡ്. ഹൗ കുഡ് ഇറ്റ് ബി പോസിബിൾ? എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും? 4 സിനിമയും 3 മന്ത്രവാദമോ 2 രാഷ്ട്രീയ കൂട്ടമും 10 ചാപ്പാടും കിടന്ന് ഉറങ്ങിയാൽ ദൈവത്തെ കാണുകയില്ല. ഒരു മനുഷ്യൻ ആത്മീയ ജീവിതത്തിൽ യേശു തരുന്ന ടെസ്റ്റ് ആൻഡ് ട്രയൽ, ശോധന, കഷ്ടത, ദുഃഖം, നെടുവീർപ്പ് യേശു നിമിത്തം ഏകാന്തത കൂടി കടന്നു പോകുമ്പോൾ നിനക്ക് യേശുവിനെ കാണാൻ കഴിയും. You can see him. You can see him. The Bible says Job was the richest man. കിഴക്കത്തിയ ദേശങ്ങളിൽ യോബ് വൻ പണക്കാരനായിരുന്നു. സുന്ദരിമാരായ പെൺകുട്ടികൾ, ഭാര്യ, വീട്, ബംഗ്ലോ, ആടുമാട്, സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല സ്നേഹിതന്മാർ, ദേശത്തിലെ മാനം,
നോ നെഗറ്റീവ് എക്സ്പീരിയൻസ്, നോ ടെസ്റ്റ്, ഇല്ല കഷ്ടപ്പാടില്ല, ദൈവത്തെക്കുറിച്ചുള്ള ഒരു കേൾവി മാത്രം. എല്ലാം തകടം മറിഞ്ഞു. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ എല്ലാം നഷ്ടമായി. He lost everything. 10 മക്കളും മരിച്ച്. യോബ് എഴുതുന്നു, ഈ കഷ്ടത എന്റെ കണ്ണ് തുറപ്പിച്ചു. ഈ മരണം, ഈ ഏകാന്തത, ഈ നാശനഷ്ടം, ഈ ഭാര്യയുടെ പരിഹാസം എന്റെ കണ്ണുകളെ തുറപ്പിച്ചു. Now I see my God face to face. ഞാൻ എന്റെ ദൈവത്തെ ഞാൻ ഇപ്പോൾ കാണുന്നു. ആമേൻ. എല്ലാം ഓക്കെ ആണെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റത്തില്ല. കഷ്ടത, കണ്ണുനീർ, ശോധന, നെടുവീർപ്പ് വരുമ്പോൾ എന്റെ ദൈവത്തെ നിനക്ക് കാണാൻ കഴിയും. അതാണ് യോബ് എഴുതുന്നത്, ഇപ്പോൾ ഞാൻ എന്റെ ദൈവത്തെ കാണുന്നു. അതാണ് സങ്കീർത്തനക്കാരൻ എഴുതുന്നത്. സങ്കീർത്തനം 46:1 കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണ. കഷ്ടത വന്നിട്ടും കാണാത്ത പരമക്കുരുടന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. കഷ്ടത വന്നാലും പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, കിടന്നുകുരുടും. കഷ്ടങ്ങളിൽ ദൈവഭക്തൻ എഴുതുന്നു, ദൈവം ഏറ്റവും അടുത്ത തുണ. കഷ്ടത വരുമ്പോൾ യോബ് സഹിഷ്ണുത പാലിച്ച്. യാക്കോബ് 5:11 എടുത്തുചാട്ടം കാണിച്ചില്ല. അപ്പോൾ അവൻ ദൈവത്തെ കണ്ട്. I see him. That is my desire. അതാണ് എന്റെ ആഗ്രഹം. കഷ്ടങ്ങളിൽ ഞാൻ ദൈവത്തെ കാണുന്നു. എപ്പോൾ ദൈവത്തെ കാണും? സങ്കീർത്തനം 141 8 സങ്കീർത്തനക്കാരൻ എഴുതുന്നു, കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കലേക്കാകുന്നു. അർത്ഥം, നിന്റെ കണ്ണ് പലതിലും ആകാതിരുന്നാൽ നീ ദൈവത്തെ കാണും. നിന്റെ കണ്ണ്, നിന്റെ ഹൃദയം, നിന്റെ ജീവിതം, നിന്റെ ശ്രദ്ധ, നിന്റെ ആഗ്രഹം ദൈവവേദലെ പലതിലും ആകാതിരുന്നാൽ നീ ദൈവത്തെ കാണും, നിശ്ചയമാണ്. യോബുവിന്റെ ആഗ്രഹമോ, എനിക്ക് ദൈവത്തെ കാണണം. അവൻ കണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോടമേളും തിരുമാർബിലുള്ള ശാമായി സാണ്ടം ചേരുന്ന മോടമേളും കൈകളെ ഉയർത്തി ശാമായി സാണ്ടം ചേരുന്ന ഏക ചാടനം യേശുവേ പാടകർക്കാ തന്ന സ്നേഹമതിശയമേ എന്താതിശയമേ മനോഹരമേ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. 6 റോമർ 10 1 പൗലപ്പോസ്തലന്റെ ആഗ്രഹം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നു തന്നെ എന്റെ ഹൃദയത്തിന്റെ വാഞ്ച. ആമേൻ. Paul's desire, Israel people should be saved. ഞാൻ രക്ഷിക്കപ്പെട്ട്, I am safe. എന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ട്, my wife is safe, my family is safe. എന്റെ കുടുംബം ക്രിസ്തുവിലായി. എന്റെ സഹോദരന്മാരുടെ അവസ്ഥ, എന്റെ രാജ്യത്തിന്റെ അവസ്ഥ. ദൈവഭക്തൻ നീതിമാൻ പൗലോസ് എഴുതുന്നു, എന്റെ ജനം രക്ഷിക്കപ്പെടണം, അതാണ് എന്റെ ആഗ്രഹം. സോളമന്റെ ആഗ്രഹം ജ്ഞാനം, എലിശയുടെ ആഗ്രഹം അഭിഷേകത്തിന്റെ നിറവ്,
മോശയുടെ ആഗ്രഹം ദൈവത്തിന്റെ തേജസ് നാം ധ്യാനിച്ചുവല്ലോ. യോബുവിന്റെ ആഗ്രഹമോ എനിക്ക് എന്റെ ദൈവത്തെ കാണണം. അവൻ കണ്ട്. പൗലോസിന്റെ ആഗ്രഹമോ ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുക. ഇത്തിരി പ്രസംഗം ഇവിടെ നാം കേട്ടതാണ്. അതിന്റെ അർത്ഥം ചുരുക്കമായി പറഞ്ഞാൽ, കീഴടങ്ങേണ്ടവന് സമ്പൂർണമായി കീഴടങ്ങുക, വെറുക്കേണ്ടതിന് സമ്പൂർണമായി വെറുക്കുക. അതാണ് രക്ഷ. ആമേൻ. കീഴടങ്ങേണ്ടവന് നീ സമ്പൂർണമായി കീഴടങ്ങണം. വെറുക്കേണ്ടതിന് അഡ്ജസ്റ്റ്മെന്റ് നടത്തരുത്, പൂർണ്ണമായി വെറുക്കണം. ആരെ കീഴടങ്ങണം? കിങ് ഡേവിഡ് എഴുതുന്ന സങ്കീർത്തനം 86:10 ദൈവമേ അങ്ങ് മാത്രം കർത്താവ് ആകുന്നു. അങ്ങും ഒരു ദൈവമല്ല, അങ്ങ് മാത്രം ദൈവം. അങ്ങ് ദൈവങ്ങളിൽ ഒരുത്തനല്ല, അങ്ങ് മാത്രം ദൈവം. മറുഭാഗത്തിൽ വെറുക്കേണ്ടതിനെ പൂർണ്ണമായി വെറുക്കണം. സദൃശവാക്യം 8:13 പാപത്തെ വെറുക്കണം. പാപത്തെ വെറുത്ത് യേശുവിനെ സ്നേഹിക്കുക. ഒരു താമര ഇല, അതിന്റെ മുകളിൽ ഒരു ചൊട്ട് വെള്ളം കണ്ടിട്ടുണ്ടോ? മെർക്കുറി പോലെ നിന്ന് ആടും, മെർക്കുറി പോലെ നിന്ന് നൃത്തം ചെയ്യും. അതാണ് നിന്റെയും എന്റെയും ജീവിതം. ജീവിതം ലോകത്തിലാണ്, പക്ഷെ ലോകത്തോട് കൂടെ അല്ല, യേശുവോട് കൂടെയാണ്. രക്ഷിക്കപ്പെടുക. നാം രക്ഷിക്കപ്പെട്ടാൽ മൂന്നാമത്തെ സവിശേഷത നമ്മിൽ ഉണ്ടാകുന്നത്, രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടുവാൻ നാം നെട്ടോട്ടമോടും. അവസാനം ലൂക്കോസ് സുവിശേഷം 12:49 നാം ധ്യാനിച്ചത് സോളമൻ രാജാവിന്റെ ആഗ്രഹം ജ്ഞാനം, യോബുവിന്റെ ആഗ്രഹം ദൈവത്തെ കാണണം, എലിശാവിന്റെ ആഗ്രഹം ആത്മാവിന്റെ നിറവ്, മോശയുടെ ആഗ്രഹം ദൈവത്തിന്റെ തേജസ്, പൗലപ്പോസ്തലന്റെ ആഗ്രഹം എന്റെ ജനം രക്ഷിക്കപ്പെടണം. നമ്മുടെ രക്ഷിതാവാം യേശുവിന്റെ ആഗ്രഹമോ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റേത് ഇച്ഛിക്കേണ്ടേ. എനിക്ക് ആഗ്രഹം വേറെ ഒന്നുമില്ല, എന്റെ ജനം തീയായി മാറണം. കൈകളെ ഉയർത്തി എല്ലാരും തീയിൽ നിറയണം, അഭിഷേകത്തിൽ നിറയണം, തീയായി മാറണം. ശോധനകളെ അതിജീവിക്കുന്ന തീ, പാപങ്ങളെ അതിജീവിക്കുന്ന തീ, അശുദ്ധത്തെ അതിജീവിക്കുന്ന തീ അവൻ ഇന്ന് പകരും. അവൻ ജ്ഞാനം പകരും. നിന്റെ കൊച്ചു കൊച്ചു ആഗ്രഹമും വലിയ വലിയ ആഗ്രഹമും പകരുന്ന നല്ല ദൈവം. എപ്രകാരം? ഫിലിപ്പിയർ 4:19 ദൈവം തന്റെ ധനത്തിന് ഒത്തവണ്ണം, നിന്റെ ധനത്തിന് ഒത്തമല്ല, ദൈവത്തിന്റെ ധനത്തിന് ഒറ്റവണ്ണം പകരുന്നവനാണ്. മഹാനായ അലക്സാണ്ടർ സഞ്ചരിക്കുമ്പോൾ വീതി ഓരത്തിൽ ഒരു പിശക്കാരനെ കണ്ട് തന്റെ പല്ലക്കിൽ ഇരുന്നു കൊണ്ട് കുറച്ച് സ്വർണത്തുട്ടുകളെ പിശക്കാരന്റെ മുകളിൽ വാരി എറിഞ്ഞ്, നിന്റെ ദാരിദ്ര്യം തീരട്ടെ. കൂടെ പോയ മന്ത്രി ചോദിച്ച്, രാജാവേ, ഇവന്റെ ദാരിദ്ര്യം തീരുവാൻ കുറച്ച് ചെമ്പ് നാണയത്തുട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നല്ലോ, സ്വർണ്ണ തട്ടുകൾ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. രാജാവ് മറുപടി നൽകി, മതിയായിരുന്നു. കുറച്ച് ചെമ്പ് കാപ്പർ നാണയത്തുട്ടുകൾ കൊടുത്തിരുന്നെങ്കിൽ അവന്റെ ദാരിദ്ര്യം മാറുമായിരുന്നു. പക്ഷേ ചെമ്പ്
നാണയത്തുട്ടുകൾ കൊടുക്കുന്നത് അലക്സാണ്ടറുടെ രാജകീയ പൗടി മഹിമ വെളിപ്പെടുകയില്ല. അലക്സാണ്ടറുടെ രാജകീയ മഹിമ വെളിപ്പെടണമെങ്കിൽ അലക്സാണ്ടർ കാപ്പർ ചെമ്പ് നാണയത്തൊട്ട് കൊടുത്താൽ പോരാ, സ്വർണത്തൊട്ടുകൾ തന്നെ കൊടുക്കണം. നമ്മുടെ ദൈവം അലക്സാണ്ടറേക്കാൾ വലിയവൻ. അവൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നു. അവന്റെ മഹിമ ഇന്ന് വെളിപ്പെടാൻ പോകുന്നു. നമുക്ക് എഴുന്നേൽക്കാം. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാവരും 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 ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക. നീതിമാന്റെ ആഗ്രഹം സാധിക്കും. നീതിമാന്റെ ആഗ്രഹമോ സാധിക്കും. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. ഉയർത്തിയ കരങ്ങൾ ബലമായി തട്ടി, ഉയർത്തിയ കരങ്ങൾ ബലമായി തട്ടി. ആമേൻ. ആത്മാവിൽ നിറഞ്ഞ് യേശുവിന്റെ ആഗ്രഹമോ നാം ഓരോരുത്തരും തീ പിളമ്പായി മാറണം. I came here to set you on fire. I came down to set you on fire. എല്ലാരും ആത്മ അഭിഷേക അഗ്നി പിളമ്പായി മാറണോ? കൈകൾ ഉയരട്ടെ. രക്ഷക്കുഴൽ, മാന്ത്രിക കയറ് പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. യേശുവേ നന്ദി, യേശുവേ നന്ദി, 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 നന്ദി. ടി 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 ടി. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. എല്ലാവരുടെ കൈകൾ ഉയരട്ടെ. സ്ട്രൈറ്റ്, സ്ട്രൈറ്റ്, സ്ട്രൈറ്റ്. ഉയർത്തിയ കരങ്ങളെ ബലമായി തട്ടി, ബലമായി തട്ടി. ഊ റബറ ശകാലദന്തനദപ. ടി 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 ടി. ആത്മ നിറവിൽ I came down to set you on fire. യേശുവിന്റെ ആഗ്രഹമോ തന്റെ ജനം ഓരോരുത്തരും തീ പിളമ്പായി മാറണം. പാപത്തിന്മേൽ ജയം പ്രാപിക്കുന്ന തീ, കഷ്ടങ്ങളുടെ മേൽ അതിജീവിച്ച് ജീവിക്കുന്ന തീ. നന്ദി, നന്ദി. യേശുവേ വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. യേശുവേ എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഹൃദയത്തിൽ വരണമേ. അതാണ് അത്ഭുതം, അതാണ് അത്ഭുതം. യേശുവേ നിലവിളിക്കുക, നിലവിളിക്കുക. നീതിമാന്റെ ആഗ്രഹം സാധിപ്പിച്ച് തരുന്ന നല്ല ദൈവം ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നിന്റെ ആഗ്രഹം ദൈവ പൈതല് ദൈവ സന്നിധിയിൽ പകർത്തുക, ദൈവ സന്നിധിയിൽ പകരുക. ആമേൻ, ഹല്ലേലൂയ. ചികിത്സ എത്ര എടുത്തിട്ടും ശൂന്യമായി നിലവിളിക്കുന്ന അനേകർ. ക്യാൻസർ രോഗം കട്ടിമാറുന്നില്ല, തലച്ചോറിലെ ട്യൂമർ, മരണയോഗ്യമായ രോഗം പിടിച്ച് വൈദ്യശാസ്ത്രം ഒരു ചോദ്യമായി നിൽക്കുന്ന ചില രോഗികളെ യേശു ഇപ്പോൾ തൊടുന്നു. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. സമാധാനമില്ല. എന്റെ കുടുംബം കള്ളുക്കടയാണ്, എന്റെ ഭർത്താവിനെ രക്ഷിക്കണമേ, എന്റെ സഹോദരനെ രക്ഷിക്കണമേ, എന്റെ മക്കളെ രക്ഷിക്കണമേ, എന്റെ ദേശത്തെ രക്ഷിക്കണമേ. നിലവിളിക്കുക,
രക്ഷയുടെ ശക്തി നിന്റെ മേൽ, രക്ഷയുടെ ശക്തി നിന്റെ മേൽ, രക്ഷയുടെ യേശുവിന്റെ ശക്തി നിന്റെ മേൽ. അഭിഷേക അവൻ വന്നിട്ടുണ്ട് നിന്നെ തീയായി മാറ്റുവാൻ, അഗ്നിയായി മാറ്റുവാൻ, അഗ്നിയായി മാറ്റുവാൻ, അഗ്നിയായി മാറ്റുവാൻ. നിറയുക. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി. മക്കൾ ഇല്ലാത്തവര് കർത്താവ് തൊടുന്ന് ശപിക്കപ്പെട്ട ഗർഭങ്ങളെ കർത്താവ് തൊട്ടുകിട അനുഗ്രഹിക്കുന്നു. ആരാധിപ്പീൻ. സ്വർഗം തിറക്കപ്പെടുന്നതാ, സ്വർഗം തിറക്കപ്പെടുന്നതാ, സ്വർഗം തിറക്കപ്പെടുന്നതാ, സ്വർഗം തിറക്കപ്പെടുന്നതാ. നിന്റെ ആഗ്രഹം ദൈവസന്നിധിയിൽ പകരുക, ദൈവസന്നിധിയിൽ നിന്റെ ആഗ്രഹം പകരുക, പകരുക, പകരുക. ദൈവസന്നിധിയിൽ മകനെ, മകള്, നിന്റെ ആഗ്രഹം പകരുക. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കണ്ടൻ വാരാറ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. വാരാറ നാമും പോകാറാ. കണ്ടൻ വാരാറ നാമും പോകാറാ. കണ്ടൻ വാരാറ. അഗ്നി, 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 നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ യേശു, നിങ്ങളിൽ യേശു, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ. നിറച്ചതിനായി നന്ദി. മാനമും മഹത്വവും ദൈവത്തിന്. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.